ബസ്സിൻ്റെ ഏകദേശം നടുഭാഗത്താണ് സീറ്റ് കിട്ടിയത്. നഗരത്തിൻ്റെ തിരക്കിലൂടെയുള്ള യാത്ര ആസ്വദിച്ച് പുറത്തേക്കും നോക്കിയിരിക്കുമ്പോൾ കണ്ടക്ടർ അടുത്തു വന്ന് ടിക്കറ്റ് ചോദിച്ചു. എങ്ങോട്ടാ? ചില്ലറ എടുക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, ഭ്രാന്താശുപത്രി വരെ ഒന്ന് പോയി വരണം. അയാൾ എൻ്റെ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയ ശേഷം ടിക്കറ്റ് തന്ന് കാശും വാങ്ങിപ്പോയി. ഏതോ സ്റ്റോപ്പിൽ നിന്നും ഒരു വയസ്സായ സ്ത്രീയും യുവതിയും കയറി വന്നു. എൻ്റെ മുന്നിലെ സീറ്റിനടുത്തായിരുന്നു അവർ നിന്നിരുന്നത്. പരസ്പരമുള്ള അവരുടെ വർത്തമാനം ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, ആ യുവതി ആ വയസ്സായ സ്ത്രീയുടെ മകൻ്റെ ഭാര്യയാണ്. വയസ്സായ ആ സ്ത്രീ തൻ്റെ ബാഗിൽ നിന്നും ബാങ്കിൻ്റെ പാസ്ബുക്കോ മറ്റോ എടുത്ത് കാര്യമായി എന്തൊക്കെയോ തിരയുന്നുണ്ട്. പിന്നെ ആ സ്ത്രീ മരുമകളോടായി വളരെ ഗൗരവത്തോടെ പറയുന്നത് കേട്ടു. ഇന്നലെ ഞാൻ കൊടുത്തത് നിൻ്റെ അച്ഛനുള്ള അവസാനത്തെ താക്കീതാണ്. 2 ദിവസത്തിനുള്ളിൽ പറഞ്ഞുറപ്പിച്ചിരുന്ന തുക വന്നില്ലെങ്കിൽ മകൾ വീട്ടിലെത്തുമെന്ന് നീ ഇന്ന് പറഞ്ഞേക്കേ. അപ്പോൾ ആ യുവതി കയ്യിലെ കർച്ചീഫ് കൊണ്ട് തൻ്റെ കണ്ണൊപ്പുന്നത് ഞാൻ ശ്രദ്ധിച്ചു. വൃദ്ധ തൻ്റെ വർത്തമാനം തുടർന്നു. കല്യാണത്തിന് മുമ്പ് നിൻ്റെ അച്ഛൻ വാക്കു പറഞ്ഞതുകൊണ്ടാണ് ഈ കല്യാണം നടന്നത്. അല്ലെങ്കിൽ മുഴുവൻ തുക കിട്ടാതെ നടത്താൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. തലയും താഴ്ത്തിയിരിക്കുന്ന സുന്ദരിയായ ആ യുവതി കഴുത്തിലെ മഞ്ഞച്ചരടിൽ തിരിപ്പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ആ ചരടിൻ്റെ മഞ്ഞ നിറം അതിൽ എല്ലായിടത്തും പടർന്നിട്ടില്ല. ബസ് അത്യാവശ്യം നല്ല വേഗത്തിൽ പോകുന്നുണ്ട്. നട്ടുച്ച നേരമായതിനാൽ സൂര്യൻ തലയ്ക്ക് മീതെ കത്തി നിൽക്കുന്നു. ബസ്സിൽ ക്രമേണ തിരക്ക് കൂടുവാൻ തുടങ്ങി. ഇടയ്ക്ക് കയറി വന്ന് എൻ്റെ സീറ്റിന് അടുത്ത ഒഴിഞ്ഞ സീറ്റിൽ വന്നിരുന്ന ഒരു വൃദ്ധനിലേക്ക് എൻ്റെ കണ്ണുടക്കി. വിയർപ്പിൻ്റെയും മറ്റും അസഹ്യമായ ഗന്ധവുമായി അടുത്തു വന്നിരുന്ന അയാളെ ശ്രദ്ധിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കീറിപ്പിന്നിയ ഷർട്ടും മാസങ്ങളായി കഴുകാത്ത മുണ്ടും ധരിച്ചിരുന്ന അയാളുടെ സീറ്റിനടുത്ത് ഒരു തുണിസഞ്ചി അയാൾ ഭദ്രമായി വച്ചിരുന്നു. ഇടയ്ക്ക് അയാൾ തുണിസഞ്ചി തുറന്നു നോക്കുമ്പോഴാണ് ആ സഞ്ചി നിറയെ പണമാണെന്ന് മനസ്സിലായത്. മുഷിഞ്ഞു നാറിയ വേഷവും വൃത്തിഹീനമായ ശരീരഭാഷയുമായി കടന്നു വന്ന അയാളുടെ കയ്യിലെ ആ വലിയ പണസഞ്ചി എന്നിൽ ഒരു വല്ലാത്ത കൗതുകമുണർത്തി. പിന്നെ ഞാൻ അയാളോട് സംഭാഷണത്തിലേർപ്പെട്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയാൾ അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളാണ്. ഒരുപാട് വീടുകൾ വാടകയ്ക്ക് വിട്ടിരിക്കുന്നു. പക്ഷേ അയാൾക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ സഞ്ചിയിലെ പണം ബാങ്കിലിടുവാൻ പോവുകയാണത്രേ. ഈ മാസത്തെ വാടക പിരിവ് ബാങ്കിൽ നിക്ഷേപിക്കാനുള്ള യാത്രയിലാണ് അയാൾ. ഇടയ്ക്കിടെ അയാൾ തെല്ല് സംശയത്തോടെയും തെല്ല് ഭയത്തോടെയും എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ കയ്യിലെ തുണിസഞ്ചിയിലേക്കായി കൂടുതൽ ശ്രദ്ധ. എന്നോടുള്ള വർത്തമാനം അയാൾ ക്രമേണ കുറച്ചു. ഇടയ്ക്ക് ഞാൻ കണ്ണടച്ച് വെറുതെ ബസ്സിൻ്റെ സീറ്റിൽ ചാഞ്ഞു കിടന്നു. ബസ്സിൻ്റെ മുൻഭാഗത്തു നിന്നുള്ള ബഹളം കേട്ട് ഞാൻ കണ്ണു തുറന്നപ്പോൾ ഒരുത്തനെ കുറേ പേർ ചേർന്ന് തല്ലുന്നു. അയാളേതോ പോക്കറ്റടിക്കാരനാണത്രേ. ആരുടെയോ പോക്കറ്റിൽ നിന്നും എടുത്ത 100 രൂപ സഹിതം അയാളെ മറ്റുള്ളവർ കയ്യോടെ പിടിച്ചിരിക്കുന്നു. അടികൊണ്ട അയാളുടെ ചുണ്ടിൽ നിന്നും ഇറ്റുവീണ ചോര അടിച്ചവൻ്റെ ഷർട്ടിൽ ഉണ്ടാക്കിയ ചുവന്ന പാടിലായി എൻ്റെ കണ്ണ്. കുറേ പേർ അവനെയും കൊണ്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി എങ്ങോട്ടോ പോയി. ബസ് വീണ്ടും അതിൻ്റെ യാത്ര
തുടർന്നു. അടുത്ത സീറ്റിൽ ഉണ്ടായിരുന്ന യുവമിഥുനങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. വെളുത്തു സുന്ദരിയായ യുവതിയും സുമുഖനായ ഒരു ചെറുപ്പക്കാരനും തമ്മിൽ ചെറുവർത്തമാനം പറയുന്നു. പുതുതായി കല്യാണം കഴിഞ്ഞവരായിരിക്കും എന്ന് ഞാൻ ഊഹിച്ചു. ആ ചെറുപ്പക്കാരൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഭാര്യയെ ചിരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അയാൾ അതിൽ പരാജയപ്പെടുകയാണോ എന്നെനിക്ക് തോന്നി. എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആ സുന്ദരിയുടെ മുഖഭാവം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ പെരുകാൻ തുടങ്ങി. ഇവൾ അയാൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ പൂർവ്വ കാമുകനെക്കുറിച്ചോ വീട്ടിലെ പഴയ കാര്യങ്ങളെക്കുറിച്ചോ ചിന്തിച്ചിരിക്കുകയാണോ? അതോ ഭർത്താവിൻ്റെ വീട്ടിലെ പുതിയ അന്തരീക്ഷങ്ങളിലുണ്ടായ അസ്വാരസ്യങ്ങളെക്കുറിച്ചോ? എന്തോ അവളെ കാര്യമായി അലട്ടുന്നതായി എനിക്ക് തോന്നി. ഒരുപക്ഷെ വെറുതെ തോന്നിയതാവാനും സാധ്യതയുണ്ട്. ഇടയ്ക്ക് പിൻവാതിലിലൂടെ വന്നുകയറിയ നാടോടി സ്ത്രീകളും പുരുഷന്മാരും പുറകിൽ ബഹളമുണ്ടാക്കുന്നതായി ഞാൻ കേട്ടു. അവരുടെ ചിരിയും കളിയും സന്തോഷം നിറഞ്ഞ വർത്തമാനങ്ങളും ആ ബസ്സിൽ ആകെ മുഴങ്ങിക്കേട്ടു. പിന്നെ അടുത്ത ഏതോ സ്റ്റോപ്പ് വന്നപ്പോൾ അവരെല്ലാം ഇറങ്ങിപ്പോയി. യാത്ര തുടർന്ന ബസ്സിലേക്ക് വീണ്ടും ആരൊക്കെയോ വന്ന് തിരക്ക് കൂടുതലായി. അലക്കി തേച്ച വെളുത്ത ഷർട്ടും ഒരു വെളുത്ത മുണ്ടും ധരിച്ച ഒരാൾ ബസ്സിലെ സീറ്റിൽ വളരെ ഗൗരവപൂർവം ഒരു പുസ്തകവും വായിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാളെ കണ്ടപ്പോൾ അയാൾ ഏതെങ്കിലും സ്കൂളിലെ മാഷോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ തസ്തികകൾ വഹിക്കുന്ന ആളോ ആയിരിക്കാമെന്ന് ഞാൻ ഊഹിച്ചു. ആരോടും ഒന്നും പറയാതെ തൻ്റെ കയ്യിലെ കട്ടിപ്പുസ്തകം മാത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന അയാൾ ചുറ്റും നടക്കുന്നതൊന്നും അറിയുന്നേ ഇല്ല എന്നെനിക്ക് തോന്നി. ബസ് ഒരു പുഴയുടെ പാലവും കടന്ന് അടുത്ത സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ അവിടുത്തെ അമ്പലത്തിൽ നിന്നും ഏതോ ഭക്തിഗാനത്തിൻ്റെ ശീലുകൾ ഉയർന്നു കേട്ടു. പിന്നെ ആ സ്റ്റോപ്പിൽ നിന്നും കുറേ പേർ ബസ്സിൽ കയറി. അവർ അമ്പല കമ്മിറ്റിക്കാരാണെന്ന് തോന്നുന്നു. അമ്പലത്തിൻ്റെ കൊടിമരത്തിന് സ്വർണം പൂശാനുള്ള ചർച്ചയിലായിരുന്നു അവർ. ഞാൻ ഒരു പാതി മയക്കത്തിൽ നിന്നും ഉണർന്നു നോക്കിയപ്പോൾ ആരുടെയൊക്കെയോ രാഷ്ട്രീയ ചർച്ചകൾ കേട്ടുകൊണ്ടിരുന്നു. അതിനിടയിൽ അവർ വികസിത രാജ്യങ്ങളെപ്പറ്റി മറ്റും സംസാരിക്കുന്നുണ്ട്. പിന്നെ ബഹിരാകാശത്ത് കൃഷി സാധ്യതകളെക്കുറിച്ചായി അവരുടെ സംസാരം. ഞാൻ വെറുതെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആ ബസ് ഒരു തരിശുഭൂമിയിലൂടെ കടന്നു പോവുകയായിരുന്നു. വർഷങ്ങളായി വിതയില്ലാത്തതിനാൽ ഭൂമിയാകെ വിണ്ടു കീറിയിരിക്കുന്നു. വയറ്റത്തടിച്ച് പാട്ടുപാടുന്ന ഒരു ചെറു ശബ്ദം കേട്ടാണ് ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയത്. ഒരു സീറ്റിൽ കീറിപ്പറിഞ്ഞ വസ്ത്രവുമായി ഒരു 8 വയസ്സുകാരി തൻ്റെ വയറ്റത്ത് താളമടിച്ചുകൊണ്ട് ഏതോ ഒരു പാട്ടിൻ്റെ ശകലം മൂളുന്നു. ബാല്യത്തിൻ്റെ നിഷ്കളങ്കത മാറാത്ത ആ കണ്ണുകളിൽ ഞാൻ വിശപ്പിൻ്റെ രാഗം കേട്ടു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന 10 രൂപ അവൾക്ക് നീട്ടിക്കൊണ്ട് ഞാൻ പർസിൽ ബാക്കി എത്ര രൂപ ഉണ്ട് എന്ന് തപ്പി നോക്കി. ഉണ്ട്, തിരിച്ചു പോകാനുള്ള പണമുണ്ട്. പിന്നെ ഞാൻ ഞെട്ടലോടെ ഒരു കാര്യം ഓർത്തു. അപ്പോൾ ഉച്ചഭക്ഷണത്തിന് ഞാനിനി എന്തു ചെയ്യും? ഇടയ്ക്ക് ഒരു ഗ്രാമം കഴിഞ്ഞപ്പോൾ പുറകിലെ സീറ്റിലെ ഒരു മഞ്ഞ ടീഷർട്ട് ധരിച്ച കുട്ടിയുടെ ചിരി കേട്ടാണ് ഞാൻ അതിലേക്ക് ശ്രദ്ധിച്ചത്. അവൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോണുണ്ട്. അതിൽ നിന്നും ഒരു കവിത കേട്ടുകൊണ്ട് അവൻ ചിരിക്കുകയാണ്. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം,
മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വീണം. ഇതായിരുന്നു ആ വരികൾ. പ്രശസ്തമായ ആ കവിത രസിച്ചിട്ടോ അതോ എന്തോ അവൻ ഉറക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവനെ ശ്രദ്ധിച്ചപ്പോൾ അവൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പിന്നെ അല്പഭയത്തോടെയെങ്കിലും അവനൊരു പുഞ്ചിരി കൈമാറി. ഒരു ചെറു വളവ് തിരിഞ്ഞ് ബസ് ഒരു കയറ്റം കയറവി ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു, അടുത്തത് എൻ്റെ സ്റ്റോപ്പാണ്, ഒന്ന് നിർത്തണേ. അയാൾ പുറത്തേക്ക് നോക്കി പറഞ്ഞു, ആ ഭ്രാന്താശുപത്രിയല്ലേ? നിങ്ങൾ മാത്രമല്ല, ഈ ബസ്സിൽ കാണുന്ന ഒരുപാട് പേര് ഇവിടെ ഇറങ്ങേണ്ടവരാണ്. പക്ഷേ എന്തോ ആരും ഇറങ്ങാറില്ല. പകുത്തു തിന്നുന്നൊരീ പ്രേതങ്ങളലറുന്ന നേരം, പേയും പിശാചും പരസ്പരം തീവെട്ടിപ്പേറി അടരാടുന്ന നേരം